വിശദമായ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നതിന് നേരിട്ടുള്ള തെളിവുകൾ എന്തെന്ന് പ്രത്യേക വിചാരണ കോടതി. നിഗമനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കരുത്. ചോദ്യങ്ങളോടും സംശയങ്ങളോടും പ്രോസിക്യൂഷൻ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു. പ്രോസിക്യൂട്ടറോട് സഹതാപമുണ്ടെന്നും കോടതി പറഞ്ഞു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, ഏത് സാഹചര്യത്തിലായിരുന്നു കോടതി കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അശ്വതി, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പ്രോസിക്യൂഷനെതിരെ രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിചാരണ കോടതി ചോദിക്കുന്നത് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ എന്തൊക്കെ തെളിവുകളാണ്, നേരിട്ടുള്ള എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത് എന്ന് കോടതി ചോദിച്ചു. സംശയങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. കൃത്യമായ രേഖകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയാണ് വേണ്ടത്. രേഖകൾ ഹാജരാക്കാതെ കോടതി ഹർജി നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്നും കോടതി വിമർശിക്കുന്നു. ചോദ്യങ്ങളോടും സംശയങ്ങളോടും പ്രോസിക്യൂഷൻ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? ഏതെങ്കിലും പ്രതികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി സാക്ഷികൾ വിസ്താരത്തിനിടെ പറഞ്ഞിട്ടുണ്ടോ? പൊതുജനാഭിപ്രായം നോക്കിയല്ല പ്രവർത്തിക്കേണ്ടത്. വ്യക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഒരിക്കലും ഹാജരാക്കുന്നില്ല. പ്രതികൾ എങ്ങനെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കേണ്ടത് പ്രോസിക്യൂഷനാണെന്നും കോടതി വിമർശിച്ചു. ഒപ്പം തന്നെ ഈ വാദം തുടരുന്നതിനിടെ വലിയൊരു സഹതാപം പ്രോസിക്യൂട്ടറോട് തനിക്ക് തോന്നുന്നുണ്ട് എന്നും വിചാരണ കോടതി പറഞ്ഞു. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ തെളിവായ രേഖകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുകയാണ് വേണ്ടത്. രേഖകൾ ഹാജരാക്കാതിരുന്നിട്ട് കോടതി ഹർജി പിടിച്ചുവെക്കുന്നു എന്ന് പറയരുത്. ഫോൺ രേഖകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിൽ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കണം. അന്വേഷണ സംഘം വീണ്ടെടുത്ത ഫോണിലെ റെക്കോർഡുകൾ എങ്ങനെയാണ് പുറത്തുപോയത്? അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഞങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല, അതെങ്ങനെയാണ് പുറത്തുപോയത് എന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊരു മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകിയത്. ശബ്ദരേഖകൾ പുറത്തുപോയത് അന്വേഷിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന്റെ സാക്ഷികൾ പ്രോസിക്യൂഷന്റെ ഓഫീസിൽ വന്നിട്ടില്ലേ എന്നും കോടതി ചോദിച്ചു. ഒപ്പം തന്നെ കോടതിയെ കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കോടതിയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കരുത്. ഉത്തമ ബോധ്യത്തോടെയാണ് കോടതി കസാരയിൽ ഇരിക്കുന്നത് എന്നും കോടതി വാദത്തിനിടെ പറയുകയുണ്ടായി. ദിലീപ് സമാന്തരമായ ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടാക്കുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. വലിയ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ദിലീപിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ ഫോൺ രേഖകൾ ചോർന്ന സംഭവത്തിലും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ പ്രോസിക്യൂഷനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രോസിക്യൂഷനെതിരെ വിചാരണ കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരി സുവി. സമസ്തക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിഭാധനയായ പെൺകുട്ടിയെ സമസ്ത അപമാനിച്ചു. സ്ത്രീകളെ വീട്ടിൽ പൂട്ടിയിടാനുള്ള ഗൂഢാലോചനയാണിത്. ഇത്തരക്കാരാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത്. സമസ്ത നേതാവിനെതിരെ കേസെടുക്കണമെന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മൗനം നിരാശപ്പെടുത്തുന്നുവെന്നും ഗവർണർ പറഞ്ഞു. I am honestly telling you what I first said. I am so deeply disappointed that the whole political leadership is silent about it. And not just political leadership, even the others are silent about it. I appeal to the national leadership of every party to come forward to protect the honor and dignity of our daughters. I felt equal pain when I saw Vismaya dying. And today again, this is no less than murder. Why? Because the shock which you have given to that girl, how she is going to recoup? How is she going to recover from it? Humiliating a girl in public, offending her modesty. It is a cognizable offense. Where is the question of not taking action against this man? I hope and I expect and I fervently pray that our state institutions take suo moto cognizance of this crime. What kind of society are we living in? And how can we allow these things to go on? This is not merely violation of the clear-cut commands of the Quran.
This is clear-cut violation of the provisions, fundamental rights of the Constitution. And if as Indians, not just leaders, as ordinary Indians, if we tolerate this, then this will not be good. This is not a good omen for our democracy. That no case has been registered, no cognizance has been taken. Are we going to leave our daughters, our young girls, to the whims and wills of these people who are masquerading as religious leaders in the society, but they are highly discriminating attitude. I have already said, I'm not talking just about political leadership. I'm saying generally all kind of leadership, social leadership, economic leadership, all leadership. Nobody should. I consider it a sin to remain silent when your daughters are being humiliated. മദ്രസ പരിപാടിയിൽ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തെ ന്യായീകരിച്ച് സമസ്ത MT അബ്ദുള്ള മുസ്ലിയാർ ചെയ്തത് ഇസ്ലാമിന്റെയും സമസ്തയുടെയും നിലപാടാണെന്നും സ്ത്രീകൾ അപമാനിക്കപ്പെടാതിരിക്കാനാണ് ഈ നിലപാടെന്നും SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ വിശദീകരിച്ചു. സമസ്ത നിലപാടിനെതിരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയും KT ജലീൽ MLAയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സമസ്തയുടെ നിലപാട് മതത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കേണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വ്യക്തമാക്കി. സമസ്തക്ക് അതിൻ്റേതായ ചില നിലപാടുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സാധാരണഗതിയിൽ സമസ്തയിലെ ജമിയത്തുൽ ഉലമ സ്ത്രീകളെ പൊതുപരിപാടിയിൽ സ്റ്റേജിലോ മറ്റോ പങ്കെടുപ്പിക്കാറില്ല. അത് സമസ്തയുടെ നയമാണ്, അത് ഇസ്ലാമികമായൊരു നയവുമാണ്, അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അതായത് അത് സ്ത്രീകളെ അപമാനിക്കുകയല്ല, സ്ത്രീകളെ പരിഗണിക്കുക. SYS സംസ്ഥാന സെക്രട്ടറിയും സമസ്ത മുഖപത്രമായ സുപ്രഭാതം CEO-യുമാണ് മുസ്തഫ മുണ്ടുപാറ. സുപ്രഭാതം ഓൺലൈനിലാണ് മുസ്തഫ MT അബ്ദുള്ള മുസ്ലിയാരെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. സ്ത്രീകളെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരാത്തത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനാണെന്നും മുസ്തഫ മുണ്ടുപാറ വിശദീകരിച്ചു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് അവർക്കുള്ള ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷിതത്വം അത് കൃത്യമായി പാലിക്കണമെന്ന നിലപാടാണ് വിശുദ്ധ ഇസ്ലാമുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിലോ ഈ ജാഥകളിലോ എങ്ങനെയൊന്നും മുസ്ലിം സ്ത്രീകൾ വരുന്നതിനോട് സപ്പോർട്ട് ചെയ്യാറില്ല. വിശ്വാസവും ആചാരവും പുലർത്താൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ടെന്നും ശബരിമലയിൽ ആചാര സംരക്ഷകർക്കൊപ്പമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനെന്നും SYS നേതാവ് വ്യക്തമാക്കി. MT അബ്ദുള്ള മുസ്ലിയാർക്കെതിരെ വിമർശനമുയർത്തിയ KT ജലീലിനെയും ഫാത്തിമ തഹ്ലിയെയും മുസ്തഫ മുണ്ടുപാറ വിമർശിച്ചു. KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം പരിഷ്കരണപരമായ ഒരുപാട് വാദം ഉന്നയിച്ച ആളാണ്. അദ്ദേഹം പഴയ സിമിക്കാരനാണ്. ഇസ്ലാമിനോടുള്ള അത് ഇവിടെ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ എത്ര സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി KT ജലീൽ വീണ്ടും രംഗത്തെത്തി. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൽ ചിലർക്ക് സംഭവിച്ച അബദ്ധം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് ജലീൽ. മുസ്ലിം സമുദായത്തെ ഇന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പകുതി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൽ ചില ആളുകൾക്ക് സംഭവിക്കുന്ന പിഴവുകളാണ്. ആ അബദ്ധങ്ങളെ മുസ്ലിം സമുദായം ചുമക്കേണ്ട കാര്യമേ ഇല്ല. സമസ്തയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി ആവശ്യപ്പെട്ടു. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സമസ്തയെ തള്ളി ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തു വന്നു. സമസ്തയുടെ നിലപാട് മതത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കേണ്ടെന്ന് അസിസ്റ്റന്റ് അമീർ P മുജീബുർ റഹ്മാൻ. തീർച്ചയായിട്ടും ഇതിനെ മതത്തിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെയോ പേരിൽ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രഭാതം പത്രം ഓൺലൈനിൽ മുസ്തഫ മുണ്ടുപാറ നടത്തിയ വിശദീകരണം സമസ്തയുടെ ഔദ്യോഗിക നിലപാടായാണ് വിലയിരുത്തപ്പെടുന്നത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. സമസ്തക്കെതിരെ KCBC മുൻ വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പെൺകുട്ടിയുടെ ആത്മാഭിമാനം തകർക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഇത്തരം സംഭവങ്ങളെ ന്യായീകരിക്കുന്നത് മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിക്കും. കേരളത്തിൽ പ്രബുദ്ധത ഭരണഘടനയിലും നിയമങ്ങളിലും മാത്രമാണ്. കാലത്തിനനുസരിച്ച് സ്വയം വിമർശനം നടത്താൻ കഴിയുന്ന നേതൃത്വം എല്ലാ മതങ്ങളിലും ഉണ്ടാകണമെന്നും ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിമർശിച്ചു. സമസ്ത നേതാവിന്റെ പ്രതികരണം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. ഇത്തരം സമീപനം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും മന്ത്രി. അത് അപലപനീയമാണ്. ഒരു സ്ത്രീകളോടും പെൺകുട്ടികളോടും അങ്ങനെയുള്ള സമീപനം തെറ്റാണ്. സ്ത്രീകളും കുട്ടികളും അവർ നടത്തുന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അവർ തന്നെയാണ് വാങ്ങിക്കേണ്ടത്. അവരെ റെപ്രസെന്റ് ചെയ്ത് മറ്റൊരാളല്ല. അതുകൊണ്ട്
അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, അത് അപലപനീയമാണ്. സമസ്ത വിവാദത്തിൽ കൃത്യമായ മറുപടി നൽകാതെ ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ എന്താണെന്ന് പരിശോധിക്കും. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിലപാടെടുത്ത മുന്നണിയും സർക്കാരുമാണ് കേരളത്തിലേതെന്നും ജയരാജൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ, സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താൻ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അതറിയാം. ഗവൺമെൻറ്റും അതാണ്. അതുകൊണ്ട് നീതിയും നിയമവും സംരക്ഷിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി എല്ലാ മനുഷ്യൻ്റെയും സംരക്ഷണം ഉറപ്പുവരുത്തി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. നീതിപൂർവമായ നിലപാട് എല്ലാ രംഗങ്ങളിലും ആ ഗവൺമെൻറ് സ്വീകരിക്കും. സമസ്ത വിവാദത്തിൽ ഒഴിഞ്ഞുമാറി കെ മുരളീധരൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും സമസ്ത തന്നെ ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ഞാൻ സമസ്തയുടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ തന്നെ എത്രയോ പെൺകുട്ടികൾക്ക് ആ ചടങ്ങിൽ വെച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരീക്ഷയിൽ പാസ്സായിട്ട് വന്ന കുട്ടികൾക്കൊക്കെ ഞാൻ സമ്മാനം കൊടുത്തിട്ടുള്ളതാണ് സമസ്തയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട്. കാരണം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സമസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് സമ്മാനം. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അത് സമസ്ത തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സമസ്ത വിവാദം അനാവശ്യമെന്ന് പരിപാടിയുടെ സംഘാടകനായ അബു ത്വാഹിർ മൗലവി. അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് സമസ്തയുടെ നിലപാടാണ്. പെൺകുട്ടിയെ അപമാനിച്ചിട്ടില്ല. കുടുംബവുമായി സംസാരിച്ചെന്നും അവർക്ക് വിഷമമില്ലെന്നും അബു ത്വാഹിർ മൗലവി ന്യൂസ് 8നോട് പറഞ്ഞു. മുതിർന്ന പെൺകുട്ടികൾക്ക് പൊതുവേദി ശരിയല്ല എന്നുള്ള നയം പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികളെ ഞങ്ങൾ ഘോഷയാത്രയിലൊന്നും പങ്കെടുപ്പിക്കാറില്ല, പെൺകുട്ടികളെ. പക്ഷേ ഈ വന്ന കുട്ടി അത്രയ്ക്ക് 10ാം ക്ലാസ്സിലാണെങ്കിലും വലിയൊരു കുട്ടിയൊന്നുമല്ല. പക്ഷെ ആ കുട്ടിയെ അപമാനിച്ചു എന്ന് ചില മാധ്യമങ്ങളിൽ എനിക്കും കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അബ്ദുള്ള മുസ്ലിയാർ കുട്ടിയെ ആരും അപമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ സമസ്തയുടെ നയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല. ഈ കുടുംബത്തിനും പ്രശ്നമല്ല. കുടുംബവും അദ്ദേഹത്തുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. കലാപകലുഷിതമായ ശ്രീലങ്കയിൽ UNP നേതാവ് റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയാകും. വൈകിട്ട് 6:30ക്കാണ് സത്യപ്രതിജ്ഞ. വിവരങ്ങളുമായി സരുൺ എ ജോസ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സരുൺ, ശ്രീലങ്ക സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ 2 ദിവസമായി പുതിയ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഇടക്കാല മന്ത്രിസഭാ രൂപീകരണവും സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പുതിയ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇടക്കാല മന്ത്രിസഭാ രൂപീകരണവും ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയും UNP നേതാവുമായ റെനിൽ വിക്രമസിംഗയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. റെനിൽ വിക്രമസിംഗ തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിലും UNP വൃത്തങ്ങൾ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ തരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6:30ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സജിത് പ്രേമദാസ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരത്തെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു. കാരണം ഗോട്ടബായ രാജപക്ഷ രാജിവെക്കും വരെ സമരം തുടരാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനത്തിനെതിരെ അവർക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. കാരണം രാജ്യത്ത് സ്ഥിരമായൊരു ഭരണം അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണം ഏറ്റവും വേഗത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിലപാടിലായിരുന്നു ഏതാനും MP മാർ. അങ്ങനെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ SDPയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സജിത് പ്രേമദാസ ഈ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഗോട്ടബായ രാജപക്ഷ രാജിവെക്കണമെന്ന ഒരു നിലപാട് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും മുൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വീണ്ടും ശ്രീലങ്കയുടെ നിന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി മറ്റ് 3 പേരുടെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഈ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷയ്ക്ക് കൂടി താല്പര്യമുള്ള ആൾ എന്ന നിലയിൽ റെനിൽ വിക്രമസിംഗെ ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അശ്വതി, ശരി. വൈകിട്ട് 6:30ക്കാണ് റെനിൽ വിക്രമസിംഗയുടെ സത്യപ്രതിജ്ഞ എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സരുൺ എ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ 6 പേരക്കുട്ടികളുമായി ദുരിത ജീവിതം നയിക്കുകയാണ് വയനാട് നൂൽപ്പുഴയിലെ ചീര.
ഒരു വാതിലോ ചോരാത്ത മേൽക്കൂരയോ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നില്ല. ആദിവാസി ക്ഷേമ പദ്ധതികൾക്കായി കോടികൾ ഒഴുക്കുമ്പോൾ ഇങ്ങനെ ദുരിതത്തിൽ ജീവിക്കുന്നവരെ കാണാതിരിക്കാനാവില്ല. ഈ കാണുന്നത് ഒരു വീടാണ്. വാതിലുകളില്ല. മഴയൊന്നു പെയ്താൽ ചോർന്നൊലിക്കും. വയനാട് നൂൽപ്പുഴ നായ്ക്കെട്ടി പണിപ്പുരയ്ക്കൽ തേവങ്കാട് കോളനിയിലെ ചീരയും 6 പേരക്കുട്ടികളും അടക്കം 10 പേരുണ്ട് ഈ വീട്ടിൽ. മക്കൾ 2 പേരും ജോലി തേടി വേറെ സ്ഥലത്താണ് താമസം. 6 പേരക്കുട്ടികളും ചീരയുടെ കൂടെ. വാതിലോ ഉറപ്പോ ഇല്ലാത്ത വീട്ടിൽ ചീര ഉറങ്ങാറില്ല. ഉറങ്ങാതെ മക്കൾക്ക് കാവലിരിക്കും. ദേശീയപാതയോരത്ത് തന്നെയാണ് വീടെങ്കിലും വൈദ്യുതി കണക്ഷനോ കുടിവെള്ള കണക്ഷനോ ഇതുവരെ കിട്ടിയിട്ടില്ല. 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ചോറാക്കി വെക്കും. ഞാൻ രാത്രിക്ക് കണ്ണ് കാണില്ല അടുപ്പിന്റെ അടുത്ത്, മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട്. 20 ഉറുപ്പിക കൊടുത്ത് 4 മെഴുകുതിരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാവിരിച്ച് കിടക്കാൻ നേരത്തെ ഉണ്ടാവില്ല. 4 മെഴുകുതിരി 5 ഉറുപ്പിക കൊടുക്കണം ഒരു മെഴുകുതിരിക്ക്. അടച്ചുറപ്പുള്ള വീടിനായി ചീര കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ പേരിലുള്ള സാങ്കേതിക തർക്കമാണ് തടസ്സം. ഈ സാഹചര്യത്തിൽ വേറെ ഭൂമി കണ്ടെത്തി ഇവർക്ക് വീട് വയ്ക്കാൻ സാഹചര്യമൊരുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ പറയുമെങ്കിലും എത്ര നാൾ ഇനിയും ഈ ദുരിതം സഹിച്ച് ജീവിക്കുമെന്നാണ് ചീര ചോദിക്കുന്നത്. മഴ പെയ്യുമ്പോൾ അവസ്ഥ സാറുമാര് കാണും. അതിന്റെ ഉള്ളില് ഈ 6 മക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ നട്ടം തിരിയാണ്. ഇതുപോലത്തെ ഒരു വീട് സാറുമാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ആദിവാസിന്റെ വീട്. ഇപ്പൊ എനിക്കൊരു പെൺകുട്ടി ഇവിടെ വലുതായി വരികയാണ്. 2 അല്ല 3 പെൺകുട്ടികൾ വലുതായി വരിക. അവരെയും വെച്ചെനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. എനിക്ക് അടച്ചുറപ്പുള്ള വീട് വേണം. ഇവരുടെ കോളനിയിൽ ശുചിമുറികളില്ല. നിരവധി പദ്ധതികൾ ആദിവാസികൾക്കായി നടപ്പാക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ദുരിതത്തിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ തുടരുകയാണ്. ചീരയ്ക്ക് വീടുറപ്പാക്കേണ്ട ട്രൈബൽ വകുപ്പും പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. നഴ്സസ് ദിനത്തിലും ഒരു വിഭാഗം നഴ്സുമാർ തിരുവനന്തപുരത്ത് അനിശ്ചിതകാല സമരത്തിലാണ്. നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ സമരം നടത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. ഇന്ന് ലോക നഴ്സസ് ദിനമാണ്. ലോകമെങ്ങും നഴ്സുമാരുടെ അവകാശങ്ങൾ സംബന്ധിച്ചും അവരുടെ സേവനങ്ങൾ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന്. സർക്കാരിന്റെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുമെല്ലാം ഇത്തരത്തിൽ നഴ്സസ് ദിനം ആചരിക്കാനുള്ള വിവിധ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നുമുണ്ട്. അതിനിടെ ഒരു സമരം കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന് മുന്നിൽ നടക്കുന്നുണ്ട്. അതും നഴ്സുമാരുടെ തന്നെയാണ്. എന്തായാലും ഈ ദിവസം ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളതും ഈ ഒരു ദിനത്തിന്റെ കൂടി ഭാഗമാണ്. എന്തായാലും ഇന്ന് ഇവരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇത് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയനാണ് ഈ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ 12 ആവശ്യങ്ങളാണ് സർക്കാരിന്റെ നമുക്ക് ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം നമ്മുടെ 24/4/2022 ബഹുമാനപ്പെട്ട DHS ഇറക്കിയ ഉത്തരവ് 27/4 ജോയിൻ ചെയ്യാനെത്തിയ ജീവനക്കാരെ അവിടെ തടഞ്ഞു വയ്ക്കുകയും അവർക്ക് ഉച്ചയോടുകൂടി ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് DHSന്റെ ഓർഡർ വരികയും ചെയ്തു. അപ്പോൾ ആ ഉത്തരവ് മരവിപ്പിച്ചത് പിൻവലിച്ച് അവർക്ക് ആ വിത്ത് എഫക്റ്റ് വെച്ച് 27/4 വെച്ച് ജോയിൻ ചെയ്യാനുള്ള ഒരു ഉത്തരവ് കൊടുക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ അതിന് മറ്റൊന്ന് നമ്മുടെ MLSP നിയമനം നടത്തിയിട്ടുണ്ട്. സബ് സെൻറ്ററിൻ്റെ ക്വാർട്ടേഴ്സ് ഇന്ന് HRA പിടിക്കുന്നത്, അതായത് ഹൗസ് റെന്റ് അലവൻസ് ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ സാലറിയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ ആ HRA കൊടുത്തുകൊണ്ടും ആ ഓഫീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോലി ചെയ്യുന്ന ഒരു ഓഫീസും ചേർന്നാണ് ഒരു കുടുംബക്ഷേമ ഉപകേന്ദ്രം. അപ്പോൾ ഇതിൻ്റെ ചാർജും അതിൽ ഒരുപാട് രേഖകൾ, സർക്കാർ ഫയലുകൾ, ഫണ്ടിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ പേപ്പേഴ്സുള്ള. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർജിലിരിക്കുന്ന ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ റൂമിലേക്ക് അവരുടെ ചെയർ കൊടുത്തുകൊണ്ട് ആ താക്കോല് ചില മെഡിക്കൽ ഓഫീസേഴ്സ് പിടിച്ചു വാങ്ങി MLSPനെ ഏൽപ്പിച്ച് അവരെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പല ഉപകേന്ദ്രങ്ങളിലും. അപ്പം നമ്മൾ ഈ ഉപകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസിൻ്റെ ജോലിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് ബലപ്രയോഗത്തിലൂടെ അവരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം MLSP നിയമനം നമ്മുടെ കേരള സർക്കാർ പറയുന്നു അത് കേന്ദ്രത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്റ്റുള്ള തീരുമാനമല്ല, കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ സർക്കാർ കേരള സർക്കാർ അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫണ്ട്
അതിനൊരു കൺസ്ട്രക്ഷൻ നടത്തണം. അവിടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറഞ്ഞ പേരിൽ അവർക്കൊരു റൂമും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അതിന് കുറേ ഫെസിലിറ്റീസ് അവിടെ ഏർപ്പെടുത്തണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ ജൂനിയർ പബ്ലിക് ഹെൽത്തിന്റെ ഓഫീസിലേക്ക് സർക്കാരിന്റെ ഒരു തീരുമാനങ്ങൾ അല്ലെ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നും നടപ്പാക്കാത്ത ചില മെഡിക്കൽ ഓഫീസേഴ്സ് ഇവരെ കൊണ്ടുവന്ന് ആ JPHന്റെ കസേര ഇരുത്തി JPHന്റെ മേശ കൊടുത്ത് JPHന്റെ വർക്കുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രൊമോഷൻ ഒഴിവുകൾ നിരവധി ഒഴിഞ്ഞു കിടക്കുകയാണോ? ഞങ്ങളുടെ എൻട്രി കേഡർ ഫുൾ ഇപ്പൊ ഏകദേശം 700ഓളം എൻട്രി കേഡർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2ന്റെ വേക്കൻസി വന്നിരിക്കുക കേരളത്തിൽ. അതിന്റെ ഒരു കാരണം 2020 നവംബറിൽ PSC JPHന്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തു അവരെ PSC എക്സാമിനേഷന് വേണ്ടി. ആ കുട്ടികൾ പോയി എഴുതുകയും ചെയ്തു. 1500ഓളം കുട്ടികൾ എക്സാം എഴുതി. പക്ഷേ എക്സാം എഴുതി കരട് ലിസ്റ്റ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് ജനറൽ നഴ്സ് മിഡ്വൈഫറി കഴിഞ്ഞ ഒരാൾ കേസ് കൊടുക്കുകയും അവരെ ഞങ്ങളിലേക്ക്, അതായത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, അവർക്ക് വേറെ നോട്ടിഫിക്കേഷനും PSC നടത്താറുണ്ട്, അവരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി PSC ചെയർമാനോട് അതിന്റെ അഭിപ്രായം ചോദിച്ചു. PSC ചെയർമാൻ ഇത് ഉയർന്ന യോഗ്യതയായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞൊരു തീരുമാനം അവിടെ എഴുതി വെച്ചു. അതോടെ ഈ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം പുറത്ത് നിൽക്കുന്നു, വേക്കൻസി കിടക്കുന്നു, ആർക്കും ഇല്ലാതായിപ്പോയി. ഇത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഈ ഒരു കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളിൽ മാത്രമുള്ള ഒരു പോസ്റ്റാണ്. ജനറൽ നഴ്സ് മിഡ്വൈഫറി അവരെ ആശുപത്രി DME വഴി ഒരുപാട് സാധ്യതകളുണ്ട്. അവരിതിലേക്ക് കടന്നു കയറിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ എൻട്രി കേഡർ നിന്നും ഇപ്പൊ ഈ അഡീഷണൽ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഈ 700ഓളം വേക്കൻസിക്ക്. പിന്നെ പ്രൊമോഷൻ പോസ്റ്റുകളും എല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കും. നേഴ്സസ് ദിനമാണ്. ആ ദിവസം നിങ്ങളിങ്ങനെ സമരത്തിലേക്ക് നിൽക്കേണ്ട, ഇന്നും സമരത്തിൽ തുടരേണ്ട അവസ്ഥയെക്കുറിച്ച് എന്താ പറയുക? അതിൽ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. ഈ നഴ്സസ് ഡേയിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. ആ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങുകയും അതിനോടനുബന്ധിച്ച് ഇതുപോലുള്ള സമരം ചെയ്യേണ്ടതായിട്ടും വന്നതിൽ വളരെ ദുഃഖമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ക്ഷണിച്ചോ? ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ ഇതുവരെ? ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം തുടങ്ങി. നിർവാഹമില്ലാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളോടുള്ള വിവേചനം, അതാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം. എന്തായാലും നഴ്സസ് ദിനത്തിൽ ഇത്തരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം നഴ്സുമാർ ഇവിടെ സമരത്തിൽ തന്നെയാണ്. എന്തായാലും ഈ 7ാം ദിവസത്തിലേക്ക് കടന്നു വന്നിച്ച് എന്തായാലും തീരുമാനം അല്ലെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ അനിശ്ചിതകാല സമരം തുടർന്നു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ ദിവസമെങ്കിലും നഴ്സസ് ദിനത്തിന്റെ ഈ ദിവസമെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുമുള്ളൂ. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, News 18 തിരുവനന്തപുരം.